പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചതന്ത്രത്തിലെ രണ്ടാമത്തെ തന്ത്രമാണ്. ദ്വിതീയ തന്ത്രം, മിത്ര സംപ്രാപ്തി, അതായത് വിന്നിങ് ഓഫ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ നേടൽ. സജ്ജനങ്ങളായ സുഹൃത്തുക്കളെ നേടേണ്ട ആവശ്യകതയും അതിന്റെ ഗുണങ്ങളുമാണ് ഇവിടെ പല കഥകളിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ദ്വിതീയ തന്ത്രത്തിലെ ആദ്യത്തെ കഥ, ഇത് ഒരു കാക്കയും എലിയുമാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ നമുക്കിന്ന് കഥയിലേക്ക് കിടക്കാം. ദക്ഷിണാപഥത്തിലെ മഹളാരോപ്യം എന്ന പട്ടണത്തിനടുത്ത് ഒരു വലിയ ആൽവൃക്ഷം ഉണ്ടായിരുന്നു. ആ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ, അതിന്റെ തണലിൽ മൃഗങ്ങൾ വിശ്രമിച്ചിരുന്നു, ഉറങ്ങിയിരുന്നു. ആൽവൃക്ഷത്തിന്റെ ചില്ലകളിൽ, ഇലകളുടെ ഇടയിൽ അനേകം പക്ഷികൾ കൂടുകൂട്ടുകയും അവിടെ താമസിക്കുകയും ചേക്കേറുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ഒരു കാക്കയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ബുദ്ധിമാനായ കൗശലക്കാരനായ ഈ കാക്ക ഇര തേടി പുറത്തുകൂടെ നടന്നപ്പോൾ അങ്ങ് അകലെ നിന്ന് ഒരു വേടൻ വലയുമായി വരുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ കാക്ക അതിന്റെ സമീപത്തെത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മനസ്സിലാക്കി ഇയാളുടെ കയ്യിൽ അരിയുണ്ട്, വലയുണ്ട്. അരി വിതറി വല അതിന്റെ മേളിൽ വിരിച്ച് പക്ഷിയെ പിടിക്കാനുള്ള കുടുക്കുമായിട്ടാണ് അയാൾ വരുന്നതെന്ന് കണ്ടു. അയാൾ ആൽമരത്തിന്റെ ചുവട്ടിലേക്കാണ് വരുന്നതെന്ന് കാക്ക ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കി. ഉടൻ തന്നെ കാക്ക ഈ വൃക്ഷത്തിൽ ചെന്ന് പക്ഷികളെയെല്ലാം വിളിച്ചുകൂട്ടി. ആപത്ത് വരുന്നുണ്ട്, അപകടം വരുന്നു, മരണകരമായ അപകടം നമ്മുടെ മുമ്പിലുണ്ട്, വേടൻ വരികയാണ്, അവൻ അരി വിതറി അതിന്റെ മേളിൽ വല വിരിക്കും, നിങ്ങളാരും അതിൽ ചെന്ന് കുടുങ്ങരുത്, ആ ഭാഗത്തേക്ക് നോക്കുകയും ചെയ്യരുത്, ശ്രദ്ധയോടെ ഇരിക്കണം എന്നെല്ലാം ഉപദേശിച്ചു. ഇത് കേട്ട് എല്ലാ പക്ഷികളും സശ്രദ്ധം ആ ആലിന്മേൽ തന്നെ കഴിച്ചുകൂട്ടി നിശബ്ദമായി അവിടെ ഇരുന്നു. ഈ പറയുന്ന വേടൻ അരി വിതറിയിട്ട് അതിന്റെ മുകളിൽ വല വിരിച്ച് അല്പം ദൂരെ മാറി കാത്തു നിന്നു. അപ്പോൾ 1000 പ്രാവുകളോടുകൂടി ഒരു പ്രാവുകളുടെ രാജാവ് പറന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ കാക്ക അവരെ തടഞ്ഞു നിർത്തി പറഞ്ഞു, അപകടം മുന്നിലുണ്ട്, വേടൻ വല വിരിച്ചിട്ടുണ്ട്, അരിമണികളുണ്ട്, അത് കുത്തി തിന്നാൻ ശ്രമിക്കരുത്, മാറിപ്പോണം എന്ന് ഉപദേശം കൊടുത്തെങ്കിലും പ്രാവുകള് അത് ഗവനിക്കാതെ കൊതി പൂണ്ട് നേരെ പോയി ഈ അരി കൊത്തി തിന്നാനായിട്ട് ഈ വലയുടെ മുകളിലേക്ക് എല്ലാവരും കൂടി പറന്നിറങ്ങി. അവരുടെ കാല് വലയിൽപ്പെട്ട് കുടുങ്ങി. ഇത് കണ്ടപ്പോൾ വേടൻ വടിയും പൊക്കി പിടിച്ച് പാഞ്ഞു വന്നു. അപ്പോൾ ആപത്ത് കാലത്ത് ബുദ്ധി ക്ഷയിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രാവുകളുടെ രാജാവ് പറഞ്ഞു, വിഷമിക്കേണ്ട, ആപത്തിലാണ് നമ്മൾ, പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നിന്ന് നേടാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പൊങ്ങി പറന്നാല് ഈ വല സഹിതം നമുക്ക് പറന്നു പോകാൻ പറ്റും, അതേ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. ഇത് കേട്ടപ്പോൾ ഇവരുടെ അനുചരന്മാരെല്ലാവരും കൂടി ഒന്നിച്ച് പറക്കുകയും വലയോടുകൂടി അവർ ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തു. വേടൻ താഴെ നിന്ന് നോക്കി. എന്നിട്ട് പക്ഷികളെല്ലാവരും കൂടെ ദൂരദേശത്തേക്ക് ലക്ഷ്യം വെച്ച് ഈ വലയുമായി പറന്നു. വേടൻ കുറെ നേരം അതിന്റെ പിന്നാലെ ഓടി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പക്ഷികളെല്ലാം കൺമുമ്പിൽ നിന്ന് പോയി കാണാമറയത്തെത്തി. വേടൻ സങ്കടത്തോടെ വ്യസനത്തോടെ തിരിച്ചു പോന്നു. ഉള്ളംകൈയിലാണ് കിട്ടിയാലും അവനവന് ചേരാത്തത്, അവനവന് കിട്ടുകയല്ലാത്തത് നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ പോയി. ഈ കാക്കയാകട്ടെ ഈ പ്രാവുകൾ പോയ വഴിക്ക് തന്നെ പ്രാവുകളെ അനുധാവനം ചെയ്ത് പൊക്കിണ്ടിരുന്നു. ഈ പട്ടണമെല്ലാം കഴിഞ്ഞ് ദൂരപ്രദേശത്ത് എത്തിയപ്പോൾ പ്രാവുകളുടെ രാജാവ് പറഞ്ഞു, ഇതിനടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു എലിയുണ്ട്, അവൻ നമുക്ക് വേണ്ടി ഈ വല കടിച്ചു മുറിച്ച് നമ്മളെ ഫ്രീ ആക്കും. അതുകൊണ്ട് എല്ലാവരും കൂടി സശ്രദ്ധം എന്നോടൊപ്പം അങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്ന ദിക്കിലേക്ക് പറക്കുക. അങ്ങനെ അങ്ങ് പറന്നു. എലിയുടെ മാളത്തിനടുത്തെത്തി. അപ്പോൾ പ്രാവുകളുടെ രാജാവ് പറഞ്ഞു, സുഹൃത്തെ, ഞാനാണ് വന്നിരിക്കുന്നത്, നീ പുറത്തു ഇറങ്ങി വന്നാലും മാളത്തിൽ നിന്ന്. അപ്പോൾ എലി ചോദിച്ചു, നീ ആരാണ്, നീ എന്തിനു വന്നു, നിന്റെ പേരെന്താണ്? അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ പ്രാവിന്റെ രാജാവ് പറഞ്ഞു. അതനുസരിച്ച് അവന്റെ സ്നേഹിതനാണെന്ന് മനസ്സിലാക്കി എലി പുറത്തു വന്നിട്ട് ഇവരുടെ വലയെല്ലാം കടിച്ചു മുറിച്ച് കളഞ്ഞ് അവരെ ഫ്രീ ആക്കി കഴിഞ്ഞപ്പോൾ എലി ചോദിച്ചു, എന്റെ കാര്യം എന്താണ്? അപ്പോൾ പറയും, തീറ്റക്കൊതി മൂലം സംഭവിച്ചതാണ്, അതിന് നമുക്ക് ഈ വഴിക്ക് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു, എന്നാലും ഞങ്ങളത് അവഗണിച്ചു. അപ്പോ എലി ആത്മഗതം ചെയ്തു. 1000 യോജന, 1000 അടി അകലെ നിന്ന് തന്നെ പക്ഷി തീറ്റ കാണുന്നു. പക്ഷെ അതിലുള്ള ആ തീറ്റയിൽ മറഞ്ഞിരിക്കുന്ന കെണി കാണുന്നില്ല. ഇത് ഓരോരുത്തരുടെ വിധി
അടുക്കുമ്പോൾ വിധി കൈ നീട്ടി എല്ലാവരെയും പിടിക്കും, എല്ലാവരും അതിൽ പെടും, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ സംഭവിച്ചേ പോകൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സരസ സംഭാഷണമൊക്കെ കഴിഞ്ഞ് പ്രാവ് അവരുടെ അഞ്ചന്മാരെയും കൂട്ടി അവരുടെ വഴിക്ക് പോയി. എലി അവിടെ മാളത്തിൽ ഒളിച്ചു. അപ്പോൾ കാക്ക അവിടെ തന്നെ നിന്നു. കാക്ക എന്നിട്ട് എലിയെ വിളിച്ചു, സുഹൃത്തെ എലി പുറത്തു വരാവോ? അപ്പോൾ എലി ചോദിച്ചു, നീ ആരാണ്? നീ എന്തിനു വന്നു? നീ എന്തിനു അന്വേഷിക്കുന്നു? അപ്പോൾ കാക്ക പറഞ്ഞു, ഞാനൊരു കാക്കയാണ്, ഞാൻ ഈ പ്രാവുകളെ അല്ലാവനം ചെയ്ത് വന്നതാണ്, വേടന്റെ കെണിയിൽ പെടരുതെന്ന് പ്രാവുകളെ ഉപദേശിച്ച് ഞാനാണ്, പക്ഷെ അവരത് കേട്ടില്ല. അപ്പൊ നിന്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും അതിനെ വിടുവിച്ചെടുത്താൻ സാധിച്ചു, രക്ഷപ്പെട്ടു. അവിടെ നിന്നോട് ചങ്ങാത്തം കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സജ്ജനങ്ങളോട് ചങ്ങാത്തം പുലർത്തിയാൽ ആപത്ത് കാലത്ത് അത് ഉപകരിക്കുമല്ലോ. അപ്പം നീ ഒരു മിടുക്കനായതുകൊണ്ടും ബുദ്ധിമാനായതുകൊണ്ടും നിന്നോട് ഒരു കൂട്ടുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കാക്ക പറഞ്ഞു. പക്ഷെ എലി പറഞ്ഞു, ജന്മനാ ശത്രുക്കളായിട്ടുള്ള നമ്മൾ തമ്മിൽ കൂട്ടുകാരോ? ഒരിക്കലും ആവില്ല. അപ്പോൾ കാക്ക അവരോട് ചോദിച്ചു, എടാവേ, നമ്മൾ തമ്മിൽ എങ്ങനെ ശത്രുക്കളാകുന്നു? നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ട് പോലുമില്ല, എങ്ങനെയാണ് നമ്മൾ ശത്രുക്കളാകുന്നത്? അപ്പോൾ എലി പറഞ്ഞു, ശത്രുക്കൾ രണ്ടു തരമുണ്ട്. ജന്മനാ ശത്രുക്കളും പ്രത്യേക എന്തെങ്കിലും കാരണം കൊണ്ട് ശത്രുക്കളായി വരും. എന്തെങ്കിലും കാരണവശാൽ ശത്രുക്കളായവർ ആ കാരണത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയാൽ അവരുടെ ശത്രുത മാറിപ്പോവും, പിന്നെ ആ ശത്രുത അവർക്ക് ബാധകമല്ല. പക്ഷെ ജന്മനാ ശത്രുക്കളുണ്ട്, അത് പ്രാണത്യാഗം കൊണ്ടേ അത് അവസാനിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് വെള്ളവും തീയും, ധനവാനും ദരിദ്രനും, പണ്ഡിതനും മൂടനും, ധാരാളിയും പിശുക്കനും, കീരിയും പാമ്പും. ഒരു മനുഷ്യൻ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒക്കെ ജന്മ ശത്രുക്കളാണ്. അതുകൊണ്ട് പ്രാണത്യാഗം കൊണ്ടേ അത് അവസാനിക്കുകയുള്ളൂ. അതല്ലാതെ പ്രത്യേക കാരണമൊന്നും വേണ്ട അവരുടെ ശത്രുതയ്ക്കും അതുമൂലം ഉണ്ടാകുന്ന ദുർനടപടികൾക്കും. അതുകൊണ്ട് ജന്മനാ ശത്രുക്കളായ നീയും ഞാനും തമ്മിൽ ഒരിക്കലും യോജിച്ച പോലെ നീ നിന്റെ പാടിന് പോ എന്ന് എലി പറഞ്ഞു. എലി പറഞ്ഞെങ്കിലും കാക്ക വിട്ടുകൊടുത്തില്ല. അവൻ അവിടെ തന്നെ നിന്നു. അവൻ പറഞ്ഞു, സജ്ജന സാമർഥ്യമുള്ള കഴിവുള്ള നിന്റെ കൂട്ടുകാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിട്ടുപോയില്ല ഇവിടുന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കാക്ക എലിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എലി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, നിന്റെ വിശ്വാസ പ്രഖ്യാപനമൊന്നും ഞാൻ മുഖമലേക്ക് എടുക്കുകയില്ല, നിനക്ക് നിന്റെ വഴിക്ക് പോകാം, ഞാൻ ഒരു കാരണവശാലും നിന്നോട് ചങ്ങാത്തത്തിന് വരികയില്ല. അപ്പോൾ കാക്ക പറഞ്ഞു, പ്രിയ സുഹൃത്തേക്ക്, നിങ്ങളുടെ മാളത്തിന് പുറത്തേക്ക് വരണ്ട, ഞാന് മാളത്തിന് പുറത്തു നിന്നോളാം. 2 ദ്വാരങ്ങളുള്ള സുരക്ഷിതമായ മാളത്തിലാണ് എലി വസിച്ചിരുന്നത്. നിനക്ക് രക്ഷപ്പെടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, എനിക്കറിയാം. പക്ഷെ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. നിന്റെ സൗഹൃദ ബന്ധം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇങ്ങനെ ചാതുര്യത്തോടെ സാമർഥ്യത്തോടെ കാക്ക സംസാരിച്ചപ്പോൾ എലിക്ക് തോന്നി, ഇവനാള് കൊള്ളാവല്ലോ, ഇവനോട് ചങ്ങാത്തം പുലർത്തിയാല് എനിക്കും നല്ലതാണ് എന്ന് വിചാരിച്ച് എലി പറഞ്ഞു, ആട്ടെ, നീ മാളത്തിന് പുറത്തു നിന്നു, ഒരു കാരണവശാലും മാളത്തിനകത്തേക്ക് കയറാൻ പാടില്ല. ഞാൻ മാളത്തിനകത്തിരിക്കാം, നമുക്ക് തമ്മിൽ സംസാരിക്കാം, സൽക്കഥകളൊക്കെ പറയാം, എന്തെങ്കിലും വിശിഷ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു കാരണവശാലും ഞാൻ മാളത്തിന് പുറത്തേക്ക് വരില്ല. ആ വ്യവസ്ഥയിൽ അവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ പല സൽക്കഥകളും പറഞ്ഞ് പല കാര്യങ്ങളെ, നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റി വളരെ വിജ്ഞാനപരമായിട്ട് അവർ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി. കാക്കയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ, വിശിഷ്ടമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ഒരു ഷെയർ എലിക്ക് കൊടുക്കും. എലി എവിടുന്നെങ്കിലും എന്തെങ്കിലും തേടി പിടിച്ചു കൊണ്ടുവന്നാൽ അതും കാക്കയ്ക്ക് കൊടുക്കും. അങ്ങനെ അവരുടെ സൗഹൃദവും സംസാരവും ദീർഘനാളായി മുന്നോട്ട് പോവുകയാണ്. പിന്നീട് കുറേശ്ശെ എലി പുറത്തു വന്നു. പുറത്തു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത് പെരുമാറാൻ തുടങ്ങി. കാക്ക ഒരു ശല്യവും എലിക്കുണ്ടാക്കിയില്ല, തിരിച്ച് എലി കാക്കയ്ക്കും. അങ്ങനെ അവരെ വേർപിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായി, സുഹൃത്തുക്കളായി രൂപാന്തരപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ദിവസം കാക്ക എലിയോട് പറഞ്ഞു, കണ്ണീരൊഴുകിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്, സുഹൃത്തെ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഇവിടെ എനിക്ക് വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉളവായിരിക്കുകയാണ്. അപ്പോൾ എലി ചോദിച്ചു, അതെന്താണ്? അപ്പൊ കാക്ക പറഞ്ഞു, കടുത്ത വേനലാണ്, വറുതിയിൽ പൊറുതിമുട്ടി ഇവിടുത്തെ ഭക്ഷ്യധാന്യങ്ങളെല്ലാം നശിച്ചുപോയി. അപ്പോൾ മനുഷ്യര് ഭക്ഷണമില്ലാതെ വലയുകയാണ്. അവരെല്ലാവരും
വല വെച്ച് പക്ഷികളെ പിടിച്ച് തിന്നുകയാണ്. ഈ രീതി മുന്നോട്ട് പോയാൽ പക്ഷി സമൂഹം മുഴുവൻ നാമാവശേഷമാകും. ഞാനും എൻ്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എലി ചോദിച്ചു, നീ എങ്ങോട്ട് പോണു? എലിക്ക് സങ്കടമായി. അപ്പോൾ കാക്ക പറഞ്ഞു, ഈ ദൂരെ വനത്തിനടുത്ത് ഒരു പ്രദേശമുണ്ട്, അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ എൻ്റെ ഒരു ഉറ്റ ചങ്ങാതി ഒരു ആമയുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. അവനുണ്ട് മത്സ്യങ്ങളെയൊക്കെ എനിക്ക് തീറ്റയായി തരും. പിന്നെ ഒരു ചങ്ങാത്തം ഉണ്ടല്ലോ, കൂടി അവിടെ താമസിക്കാം, സേഫാണ്, സുരക്ഷിതമാണ്, ശത്രുക്കളില്ല, സാമാന്യം ഭേദപ്പെട്ട ജീവിത സാഹചര്യം അവിടെയുണ്ട്. അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എലി പറഞ്ഞു, എന്നാൽ ഞാനും നിന്റെ കൂടെ പോരുകയാണ്. ഇവിടെ താമസിക്കുന്നതിന്, ഇവിടെ വസിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോവുക. അപ്പോൾ കാക്ക പറഞ്ഞു, പറന്നു പോകുന്ന എനിക്ക് എങ്ങനെ നിന്നെ കാൽനടയായിട്ട് നടക്കുന്ന നിന്നെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ എലി പറഞ്ഞു, ഞാൻ നിന്റെ പുറത്ത് കയറിയിരിക്കാം, നീ എന്നെയും ചുമന്നുകൊണ്ട് പറന്ന് പോയാൽ മതി. നമുക്ക് ആ പ്രദേശത്ത് പോയി നിന്റെ സുഹൃത്തായ ആമയോടൊത്ത് സസുഖം ജീവിക്കാം. കാക്കയ്ക്ക് സന്തോഷമായി. കാക്ക ഈ എലിയെ പുറത്ത് കയറ്റി എലിയെ ചുമന്നുകൊണ്ട് അവൻ പറന്നു. അപ്പൊ ദൂരെ വെച്ച് തന്നെ ഈ ആമ ഈ അസാധാരണ സംഭവം കണ്ടു. ഒരു പക്ഷി അതിന്റെ മേളിൽ എലിയും പുറത്ത് വെച്ചുകൊണ്ട് പറന്നു വരുന്നു. അവൻ പെട്ടെന്ന് വെള്ളത്തിൽ ഒളിച്ചു. ഒരു അപകടം വരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാക്ക ഈ പറയുന്ന കുളത്തിന്റെ അടുത്ത് വന്നൊരു മരത്തേലിരുന്നു. എലിയെ ഒരു മരത്തിന്റെ പുത്തിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ആമേനെ വിളിച്ചു. ആമയെ വിളിച്ചു, നിന്റെ സുഹൃത്തായ കാക്കയാണ് ഞാൻ, പൊങ്ങി വരും പറഞ്ഞു. അവൻ പൊങ്ങി വന്നു. അപ്പോൾ അവൻ ചോദിച്ചു, നിന്റെ ഭക്ഷണമായ എലിയെ ചുമന്നുകൊണ്ട് നീ എങ്ങനെ ഇവിടെ എത്തി? ചുമക്കാൻ കാരണം എന്താ? അപ്പോ ഈ കഥകളെല്ലാം, ഈ സംഭവിച്ചതെല്ലാം കാക്ക വിശദമായിട്ട് ആമേനെ പറഞ്ഞ് കേൾപ്പിച്ചു. എലിയും പുറത്തു വന്നു. അവരവരുടെ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ചോദിച്ചു, ആട്ടെ, കാക്ക ഇങ്ങനെ മനുഷ്യൻ പിടിച്ച് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ്, എലിക്കെന്ത് സംഭവിച്ചു? നിന്റെ വ്യസനത്തിന് കാരണം എന്താ? അപ്പൊ എലി പറഞ്ഞു, എന്റെ വ്യസനത്തിലുള്ള കാരണം ഞാൻ പറയാം. അത് 2 സന്യാസിമാരുടെ കഥയാണ്. ആ കഥയിലാണ് എന്റെ വിഷമകാര്യം ഇരിക്കുന്നത്. അപ്പോൾ ആമയുടെയും കാക്കയുടെയും ആവശ്യപ്രകാരം എലി ഒരു കഥ പറഞ്ഞു. അതാണ് അടുത്ത കഥ. സുഹൃത്തുക്കളെ, ആ അടുത്ത കഥ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.